ഒരിക്കൽ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അതിനീചമെന്ന് സമൂഹം മുദ്രകുത്തിയ ചണ്ഡാല വിഭാഗത്തിൽപ്പെട്ട സുനീതൻ എന്ന തെരുവു ശുചീകരണ തൊഴിലാളിയെ കണ്ടുമുട്ടി. ബുദ്ധനെ കണ്ടപ്പോൾ തന്റെ സാമീപ്യം പോലും അദ്ദേഹത്തെ അശുദ്ധനാക്കുമെന്ന് ഭയന്ന് സുനീതൻ വഴിമാറി നിന്നു. എന്നാൽ ബുദ്ധൻ അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, "നിനക്ക് ഈ ദുരിതത്തിൽ നിന്ന് മോചനം വേണ്ടേ?" സുനീതൻ അത്ഭുതത്തോടെ മറുപടി നൽകി, "ഭഗവാനെ, എന്നെ പോലെയുള്ള ഒരാളെ അങ്ങ് സ്വീകരിക്കുമോ?" ബുദ്ധൻ അവനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, "നദികൾ സമുദ്രത്തിൽ ചേരുമ്പോൾ അവയുടെ പഴയ പേരുകളും ജാതിയും ഇല്ലാതാകുന്നു. അതുപോലെ എൻ്റെ ധർമ്മത്തിൽ ചേരുന്നവർക്ക് ഉന്നതനെന്നോ നീചനെന്നോ വ്യത്യാസമില്ല. ജന്മമല്ല, ഒരാളുടെ കർമ്മവും ചിന്തയുമാണ് അവൻ്റെ അന്തസ്സിനെ നിർണയിക്കുന്നതെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു." ഈ വിപ്ലവകരമായ മാനവികതയുടെ ആധുനിക വക്താവായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ശ്വസിക്കുന്ന വായുവിൽ പോലും വിവേചനത്തിന്റെ കൈപ്പുരസമുണ്ടായിരുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യർ നാടുവാഴ്ത്ത ക്രമത്തിലെ ജീവച്ഛവങ്ങളായി കഴിഞ്ഞിരുന്ന ഒരു കാലം. തൊഴിലാളിയെ സംബന്ധിച്ച് ജീവിതം എന്നത് അവകാശങ്ങളില്ലാത്ത വെറുമൊരു അധ്വാന യന്ത്രം മാത്രമായിരുന്നു. സ്ത്രീയാകട്ടെ ജാതിയുടെയും കുടുംബത്തിൻ്റെയും 4 ചുവരുകൾക്കുള്ളിൽ ഇരട്ട തടവിലായിരുന്നു. അവിടെ ആത്മാഭിമാനം എന്നത് ഒരു അജ്ഞാത പദമായിരുന്നു. തലയുയർത്തുന്നത് പ്രകോപനമായും സംസാരിക്കുന്നത് ധിക്കാരമായും കണക്കാക്കപ്പെട്ടിരുന്ന കാലം. BR അംബേദ്കറെ തൊഴിലാളികളെയും സ്ത്രീകളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിലൂടെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും സ്വകാര്യമായ വശങ്ങൾ, ജനനം, ആർത്തവം, ലൈംഗികത, മാതൃത്വം എന്നിവ ഒരിക്കലും സ്വകാര്യമല്ലെന്നും മറിച്ച് അവ നിയമം, സമ്പദ്വ്യവസ്ഥ, ജാതി അധികാരം എന്നിവയാൽ ആഴത്തിൽ നിർമ്മിക്കപ്പെട്ടതാണെന്നും മനസ്സിലാക്കിയ ഒരു ചിന്തകനെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളും വാദങ്ങളും എപ്പോഴും ലൈംഗിക വിദ്യാഭ്യാസമെന്നോ ആർത്തവ അവകാശങ്ങളെന്നോ ഉള്ള ആധുനിക മുദ്രകളോടെയല്ല പ്രത്യക്ഷപ്പെടുന്നത്. എങ്കിലും അത്തരം ചർച്ചകൾ സാധ്യമാകുന്ന അടിത്തറ പാകിയത് അദ്ദേഹമാണ്. കാൾ മാർക്സും ഏംഗൽസും കുടുംബത്തെയും സ്വകാര്യ സ്വത്തിനെയും സ്ത്രീകളുടെ അടിച്ചമർത്തലിന്റെ ഇടങ്ങളായി തിരിച്ചറിഞ്ഞപ്പോൾ അംബേദ്കർ അതിലൂടെ ജാതി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ സ്ത്രീകളുടെ ലൈംഗികതയുടെ നിയന്ത്രണം ജാതി അതിരുകൾ നിലനിർത്തുന്നതിനെക്കുറിച്ച് കൂടിയാണ്. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ലേബർ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം തൊഴിലിടങ്ങളിൽ വെറും സൗകര്യങ്ങൾ ആവശ്യപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് വ്യവസായ ലോകത്തിന്റെ ധാർമ്മിക വ്യാകരണത്തെ തന്നെ അദ്ദേഹം പുനർനിർമ്മിച്ചു. കൽക്കരി ഖനികളിലെ സ്ത്രീ തൊഴിലാളികൾക്കായി കോൾ മൈൻസ് ലേബർ വെൽഫെയർ ഫണ്ട് അദ്ദേഹം രൂപീകരിച്ചു. ഇതിലൂടെ ഖനികളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് മികച്ച വേതനം, വിശ്രമമുറികൾ, കുടിവെള്ളം എന്നിവ ഉറപ്പാക്കി. 1942 ബോംബെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ പ്രസവാനുകൂല ബില്ലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അംബേദ്കർ നടത്തിയ പ്രസംഗം ചരിത്രപ്രധാനമാണ്. പ്രസവ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കും അവൾ നൽകുന്ന സേവനത്തിനും പകരമായി രാജ്യം അവൾക്ക് നൽകുന്ന കടപ്പാടാണ് പ്രസവാനുകൂല്യം. ഇത് മുതലാളിയുടെ ഔദാര്യമല്ല, അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇന്നത്തെ ഇന്ത്യയിലെ പ്രസവാനുകൂല്യ നിയമങ്ങളുടെ അടിത്തറ അംബേദ്കർ അന്ന് പാകിയതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫാക്ടറി നിയമങ്ങളിൽ സ്ത്രീകളുടെ ജോലി സമയം പരിമിതപ്പെടുത്തുന്നതിനും അവർക്ക് പ്രത്യേക ശുചിമുറികൾ നിർബന്ധമാക്കുന്നതിനും അദ്ദേഹം നിയമപരമായ സമ്മർദ്ദം ചെലുത്തി. ആർത്തവാരോഗ്യം എന്ന പദം അദ്ദേഹം നേരിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും വൃത്തിയുള്ള സൗകര്യങ്ങൾ, വിശ്രമം, അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവയ്ക്കായി വാദിക്കുന്നതിലൂടെ അംബേദ്കർ ഇന്ന് നമ്മൾ ആർത്തവ അന്തസ്സ് എന്ന് വിളിക്കുന്ന കാര്യത്തെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിന്റെ സൈദ്ധാന്തിക രചനകളിൽ എല്ലാം കൂടുതൽ വ്യക്തമായി കാണാം. കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന കൃതിയിൽ സ്ത്രീകളുടെ ലൈംഗികതയുടെ മേലുള്ള നിയന്ത്രണമാണ് ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിന്റെ അടിസ്ഥാന ശിലയെന്ന് അംബേദ്കർ തിരിച്ചറിഞ്ഞു. വിവാഹമോചനം, സ്വത്തവകാശം എന്നിവ സ്ത്രീകൾക്ക് നൽകുന്നതിലൂടെ സ്ത്രീകൾ വെറും കുടുംബത്തിന്റെ അന്തസ്സ് കാക്കേണ്ട വസ്തുക്കളല്ല, മറിച്ച് സ്വതന്ത്ര വ്യക്തികളാണെന്ന് അദ്ദേഹം സമൂഹത്തെ പഠിപ്പിച്ചു. രഘുനാഥ് ദോണ്ടോ കർവെ 1927 ആരംഭിച്ച മാസികയായിരുന്നു സമാജ് സ്വാസ്ഥ്യ. ജനസംഖ്യാ നിയന്ത്രണം, സുരക്ഷിതമായ ലൈംഗികത, ലൈംഗിക രോഗങ്ങൾ തടയൽ എന്നിവയെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവ് നൽകുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. എന്നാൽ അക്കാലത്തെ യാഥാസ്ഥിതിക സമൂഹം അതിനെ അശ്ലീലം ആയിട്ടാണ് കണ്ടത്. ഡോക്ടർ BR അംബേദ്കർ രഘുനാഥ് ദോണ്ടോ കർവയെ പിന്തുണച്ചത് കേവലം ഒരു നിയമസഹായം എന്നതിലുപരി കൃത്യമായ ഒരു രാഷ്ട്രീയ സാമൂഹിക നിലപാടായിരുന്നു. അടിച്ചമർത്തപ്പെട്ട ഖനിത്തൊഴിലാളിയുടെ വിയർപ്പിലും അമ്മയാകാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീയുടെ വേദനയിലും രാഷ്ട്രീയമായ നീതി തിരഞ്ഞു ആ യുഗപുരുഷൻ. ഇന്ന് നാം അനുഭവിക്കുന്ന 8 മണിക്കൂർ തൊഴിൽ, ESI, EPF, RBI, മെറ്റേണിറ്റി ലീവ്, വീക്ക്ലി ഓഫ്, ഹെൽത്ത് ഇൻഷുറൻസ് തുടങ്ങി എല്ലാ തൊഴിൽ, സ്ത്രീപക്ഷ അവകാശങ്ങളെല്ലാം ആധുനിക ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ ദാർശനിക സൂര്യ തേജസ് സ്വന്തം തൂലികയിൽ ഒപ്പിട്ട സാക്ഷ്യങ്ങളാണ്. അദ്ദേഹമില്ലെങ്കിൽ നമ്മളില്ല.